തെക്കൻ കേരളത്തിലും തൃശൂരിന്റെ തീരപ്രദേശത്തുമുണ്ടായത് ശക്തമായ കടലേറ്റമാണ്. കടലാക്രമണത്തിൽ നിരവധി വീടുകളും വള്ളങ്ങളും തകർന്നു. റോഡുകളിലും വെള്ളം കയറി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കടൽക്ഷോഭം സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചില്ലെന്ന ആരോപണം ഉണ്ടായപ്പോഴാണ് ഇത് കള്ളക്കടലാണെന്നറിയുന്നത്. എന്താണ് കള്ളക്കടൽ? സാധാരണയായി നമ്മൾ തീരപ്രദേശത്ത് കാണുന്ന തിരമാലകൾ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഉണ്ടാവുന്നതാണ്. കാറ്റിന്റെ വേഗം കുറയുകയും കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് തിരമാലകളുടെ ഉയരം കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരകൾ ചിലപ്പോൾ ഉയർന്നു പോകും. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും, തീരത്തെ കവർന്നെടുക്കും. ഈ പ്രതിഭാസമാണ് കള്ളക്കടൽ. ആദ്യം തീരം ഉൾവലിയുന്നതും പിന്നാലെ അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നതുമാണ് ഈ പ്രതിഭാസത്തിന്റെ ലക്ഷണം. കള്ളക്കടൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് കടലിൽ വൻ തിരകൾ ഉണ്ടാക്കുന്നതാണിത്. സമുദ്രത്തിൽ അനേകം കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും രൂപപ്പെടുന്ന പ്രതിഭാസം. അവിടങ്ങളിൽ ചുഴലിക്കാറ്റോ അതിശക്തമായ കാറ്റുകളോ രൂപപ്പെടുമ്പോഴോ വീശിയടിക്കുമ്പോഴോ തിരമാലകൾക്കിടയിലുള്ള ദൂരം ദൈർഘ്യമേറിയതായി തീരും. ഇതോടെ തിരമാലകളെ നയിക്കുന്ന ഊർജം വർദ്ധിക്കുകയും തിരമാലകളെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒടുവിൽ മാസങ്ങളും ആഴ്ചകളും പിന്നിട്ടാണ് ഇത് തീരത്തെത്തി വൻ തിരകൾ ഉണ്ടാക്കുന്നത്. തരംഗദൈർഘ്യം വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്തെത്തുന്നത്. നിലവിൽ കേരള തീരത്ത് രൂപപ്പെട്ട കള്ളക്കടൽ പ്രതിഭാസത്തിന് പിന്നിൽ തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം പറയുന്നത്. ഇന്ത്യൻ തീരത്ത് നിന്ന് 10,000 കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ഈ ന്യൂനമർദ്ദം മാർച്ച് 25 ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തേക്ക് നീങ്ങി. ഇതിന്റെ ഫലമായാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കപ്പെടുകയും ആ തിരമാലകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്തതെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു. എന്തുകൊണ്ട് കള്ളക്കടൽ? പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാതെ അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. കള്ളക്കടൽ പക്ഷേ ആദ്യമല്ല. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കേരള തീരത്ത് കള്ളക്കടൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2018 ഉണ്ടായ കള്ളക്കടൽ കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. 100ഓളം വീടുകൾ തകരുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി. നിരവധി കുടുംബങ്ങളെയാണ് അന്ന് മാറ്റിപ്പാർപ്പിച്ചത്. സുനാമിയല്ല, എന്നാൽ സമാനതയുണ്ട്. സുനാമിയുമായി സമാനതകളുണ്ട് ഈ കള്ളക്കടലിന്. സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിച്ച ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും ഉണ്ടായത്. പ്രവചനം സാധ്യമാണ്. വിവിധങ്ങളായ മോഡലുകൾ ഉപയോഗിച്ച് കള്ളക്കടൽ പ്രവചനം ഇപ്പോൾ സാധ്യമാണ്. കള്ളക്കടലിന്റെ പ്രഭാവം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവുകളും ഈ മോഡലുകൾ നൽകും. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെയായി കള്ളക്കടൽ പ്രതിഭാസം തിരിച്ചറിയുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജാഗ്രത വേണം. 2 ദിവസം കൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുമാണ് നിർദ്ദേശം.